ആവറേജിന്റെ ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതായത് എന്തൊക്കെ നമുക്ക് ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡേറ്റ, അതായത് ഇപ്പം പല പല ഡേറ്റ 1 കാണും, ഡേറ്റ 2 കാണും, അങ്ങനെ കുറെ ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റാസ് എത്ര ഡേറ്റ കിട്ടും, നമ്മൾ n ഡേറ്റ ചെയ്യുന്നെങ്കിൽ ഡിവൈഡ് ബൈ n ചെയ്യണം അതിന്റെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസും ഈ നമ്പർ ഓഫ് ഡേറ്റയും. അതായത് എത്ര ഡേറ്റകൾ നമ്മൾ മുകളിൽ സം ചെയ്യുന്നു അത്രയും ഡേറ്റയുടെ എണ്ണത്തിനെ നമ്മൾ താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ആവറേജിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബേസിക് ഇക്വേഷൻ ആവറേജ് നിൽക്കുമെന്ന് വെച്ചാൽ ഇല്ല. സോ നമുക്ക് കുറെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറെ ടേംസുകൾ നമ്മൾ എഴുതുകയാണ്. അതിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഏത് അറ്റത്ത് വെച്ച് നമ്മൾ നോക്കിയാലും അത് ഡി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എവിടെ ഇതിന്റെ എ പ്ലസ് ഡി, എ പ്ലസ് 2d ഇങ്ങനെയായിരിക്കും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എന്തെന്ന് പറയുന്നത്. അവസാനം എ പ്ലസ് ഡി, എ പ്ലസ് 2d അങ്ങനെ പോകും. അതായത് ഫസ്റ്റ് ടേം നമ്മുടെ പൊസിഷൻസ്, അതായത് ഈ നമ്പേഴ്സിന്റെ പൊസിഷൻ ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡാമത്തെ ടേം എന്ന് പറയുന്നത് എ പ്ലസ് ഡി ആണ്, തേർഡാമത്തെ ടേം എ പ്ലസ് 2d ആയി. അപ്പം എന്ത് ടേം എന്താവും? 3 വന്നാൽ 2 വരും, 2 വന്നാൽ 1 വരും, 1 വന്നാൽ 0d വരും. സോ അപ്പോൾ അതിന് n വന്നാൽ n-1d വരും. സോ എ പ്ലസ് n-1d ആണ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഫസ്റ്റ് ടേം ഇപ്പോൾ എ ആണെങ്കിൽ സെക്കൻഡ് ടേം എ പ്ലസ് ഡി ആയിരിക്കും. അങ്ങനെ nth ടേം എന്ന് പറയുന്നത് എ പ്ലസ് n-1d ആയിരിക്കും. ഇവിടെ നമുക്ക് SN ഇക്വേഷൻ എഴുതാൻ പറ്റും. സം ഓഫ് n ടേംസ്, അതായത് ഒരു AP ആണ് നമുക്ക് കിടക്കുന്നതെങ്കിൽ ഇതിലൊരു n നമ്പർ ഓഫ് ടേംസിന്റെ സമ്മിന്റെ ഇക്വേഷൻ n/2 ഇൻറ്റു, അതായത് എത്ര ടേംസ് ഉണ്ടോ ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ മതി. ഫസ്റ്റ് ടേം ഇപ്പം എ, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് എ, ഈ ടേമിന്റെ പേര് തന്നെയാണ് എ എന്നാണ് നമ്മൾ ഈ ടേമിനെ വിളിക്കുന്നത്. സോ ഫസ്റ്റത്തെ ടേമും ലാസ്റ്റത്തെ ടേം ആണ്. സോ ഫസ്റ്റത്തെ ടേം എ, എന്ത് ടേമും കൂടെ ഇട്ട് കൊടുക്കുക. സോ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് അത് ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടേം ഓൾറെഡി നമുക്ക് എ ആണെന്ന് അറിയാം. നമ്മൾ ഇവിടുത്തെ കേസിൽ എ എടുത്തിരിക്കുന്നു. nth ടേം അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത് എ പ്ലസ് n-1d അല്ലേ. സോ ഇക്വേഷൻ മോഡിഫൈ നമുക്ക് എഴുതാൻ പറ്റും n/2 ഇൻറ്റു 2a പ്ലസ് n-1d. സോ ഇത് രണ്ടും ഇതാണ് ബേസിക് ഇക്വേഷൻ. ഫസ്റ്റ് ആയാലും n ടേമിന്റെ സമ്മ് നമ്മുടെ ഉണ്ട്. സോ n ടേമിന്റെ ആവറേജ് എന്തുവാ? ഡിവൈഡ് ബൈ n ചെയ്താൽ പോരെ. അതായത് സം ഓഫ് എത്ര ഡേറ്റ ഉണ്ടോ അതിൽ സം കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേറ്റ ചെയ്യാം. ഇവിടുത്തെ നമ്പർ ഓഫ് ഡേറ്റ n ആണല്ലോ. അപ്പം സമ്മിൽ നിന്ന് നമുക്ക് ആവറേജ് ഓഫ് n നമ്പേഴ്സ് വിച്ച് ഈസ് ഈക്വൽ, ഇതാണ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ആവറേജ് ഓഫ് n നമ്പേഴ്സ് ഇൻ കേസ് ഓഫ് AP ആണ്, APയുടെ ഇക്വേഷൻസ് പറയുന്നത്. സോ ആവറേജ് ഓഫ് n നമ്പേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സമ്മില്ലേ, സം എന്തുവാ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ഫൈനൽ ടേം അഥവാ ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഈ എന്റെ മീനിങ് കട്ടായപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് എ. ഇതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഇതൊന്നും ചെയ്താൽ മതി. ആവറേജ് നമുക്ക് ഡയറക്ട്ലി കിട്ടും. സോ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കുറേ സംഖ്യകൾ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മനസ്സിലാക്കി എല്ലാം കൂടെ കൂട്ടി ഡിവൈഡ് ബൈ ആ നമ്പർ ചെയ്യാൻ നിൽക്കേണ്ട പകരം a പ്ലസ് an ഇൻറ്റു 1/2 ചെയ്താൽ മതി. നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ് അല്ല. ഹോൾ നമ്പേഴ്സ് നമുക്ക് അറിയാലോ, നമ്മൾ 0, 1, 2, 3, 0 ഉൾപ്പെടുന്ന 1, 2, 3 അങ്ങനെ പോകുന്ന ഹോൾ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത് 1, 2, 0 തന്നെ തുടങ്ങത്തില്ല, 1, 2 4 വേണ്ടി തുടങ്ങും. സോ എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പേഴ്സിന്റെ നമ്പേഴ്സ് എന്താ 1, 2, 3 അങ്ങനെ പോവാണ്. ഒരു n നമ്പേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം. സോ ഈ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കും. സോ ആവറേജ് ആണ് നമുക്ക് വേണ്ടത്. സോ ആവറേജ് എന്ന് പറയുന്നത് ഇത് നോക്കുമ്പോൾ നമുക്ക് AP ആണ്, അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. AP ആണ്. സോ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്തായാലും 1 ആണ്, ലാസ്റ്റ് ടേം എന്തായിരിക്കും? ലാസ്റ്റ് ടേം n ആണ്. അതായത് പൊസിഷൻ nth നമ്പർ n തന്നെയാണ് ഇൻ കേസ് ഓഫ് എ നാച്ചുറൽ നമ്പർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? n+1/2 എന്ന് കിട്ടും. അപ്പൊ സമ്മ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സമ്മ് കിട്ടണമെങ്കിൽ n കൂടെ കൊണ്ട് വേണം. സമ്മ് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ഈവൻ നമ്പേഴ്സ് ഇതൊരു AP ആണ്. ഡയറക്ട്ലി വി ക്യാൻ യൂസ് ദിസ് ഇക്വേഷൻ a which is equal average of n numbers which is equal to half into ഫസ്റ്റ് ടേം 2 ആണ്, ലാസ്റ്റ് ടേം 2, 4, 6 അങ്ങനെ അങ്ങ് പോവുകയാണ് സംഖ്യകൾ. ഫസ്റ്റ് ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ 2 ആണ്, ഒന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന 2 ആണ്, രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ 4 ആണ്, മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ 6 ആണ്. അപ്പൊ n-ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്തായിരിക്കും? 1 ആണെങ്കിൽ 1 into 2, 2 ആണെങ്കിൽ 2 into 2, 3 ആണെങ്കിൽ 3 into 2, n ആണെങ്കിൽ n into 2, that is 2n. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എഴുതാം, ടേം ആണ് ചോദിക്കുന്നത്. ലാസ്റ്റ് ടേം 2n ആണ്, 2n. നമ്മൾ എഴുതുന്നത് ഓഡ് നമ്പേഴ്സ് ആണ്. 1 നമ്പേഴ്സ് ഈസ് ഓൾസോ ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കാരണം ഒരു തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്, ഈവനിലും 2 തന്നെയാണ്. സോ അപ്പൊ നമുക്ക് എന്താ എഴുതാം? which is equal to half into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഹാഫ് ഇൻറ്റു എന്നുമായിട്ട് കണക്ട് ചെയ്ത് എഴുതണം. കണ്ടോ, എന്നുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതാം. nth ടേം ഇത് ഒന്നാമത്തെ ടേം 2, അങ്ങനെയുള്ള n ടേമുകളുണ്ട്. സോ അറിയാലോ, 1 എന്ന് പറയുമ്പോൾ 1, 2 എന്ന് പറയുമ്പോൾ 3, അതായത് 2ന്റെ ഇരട്ടിന്ന് 1 കുറയ്ക്കുക, 3ന്റെ ഇരട്ടിന്ന് 1 കുറയ്ക്കുക, അങ്ങനെയാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ n-ന്റെ ഇരട്ടിന്ന് 1 കുറയ്ക്കുക. സോ അതുകൊണ്ട് 2n-1 ആയിരിക്കും. ആണ് ആവറേജ് ഓഫ് സം എന്ന് പറയുന്നത്. അറിയാലോ, സം കിട്ടാൻ വേണ്ടി എന്നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സം n² ആയിരിക്കും. സം ഓഫ് n നമ്പേഴ്സ് n² ആയിരിക്കും. സോ ഇവിടെ ആവറേജ് ഓഫ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ n ചെയ്യുമ്പോൾ n ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ 1 സ്ക്വയർ ഉണ്ട്, 2ന്റെ സ്ക്വയർ ഉണ്ട്, 3യുടെ സ്ക്വയർ ഉണ്ട്, 4ന്റെ സ്ക്വയർ ഉണ്ട്, അങ്ങനെ nth ടേം, അതായത് ഇത് ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, ഇത് മൂന്നാമത്തെ ടേം, അങ്ങനെ n ടേംസുകൾ ഇവിടെ കിടപ്പുണ്ട്. സോ ഇവരെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എഴുതാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ 1 ഇതെന്താണ്? 4 ആണ്, ഇത് 9 ആണ്. അപ്പോൾ 1, 4, 9, 16, അതായത് ഇവർ സ്ക്വയർ ആയിട്ട് നമ്മൾ നമ്പർ ആയിട്ട് എഴുതുമ്പോൾ അവർ തമ്മിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ മെത്തേഡ് പറയാം, നമുക്ക് ഇക്വേഷൻ പറയുവാണെങ്കിൽ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാം? സമ്മിന്റെ ഇക്വേഷൻ നോക്കുക. സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. അറിയാലോ, സമ്മ് കിട്ടിയാൽ ഡിവൈഡ് ബൈ n ചെയ്താൽ, ഡിവൈഡ് ബൈ n ചെയ്യുമ്പോൾ n ആവും. ഇപ്പോൾ n+1 ഇൻറ്റു 2n+1/6 ആണ് ആവറേജ്. പക്ഷെ ആവറേജ് അറിയാമെങ്കിൽ സമ്മിലോട്ട് എങ്ങനെ എത്താം? ഇൻറ്റു n ചെയ്താൽ. ഇത് തന്നെ സം ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ n ചെയ്താൽ ആവറേജ് പോകും, ആവറേജ് അറിയാമെങ്കിൽ ഇൻറ്റു n ചെയ്താൽ സമ്മിലോട്ട് പോകും. ഇതാണ് വ്യത്യാസം. സിമിലർ ആയിട്ട് നമ്മുടെ 1 ക്യൂബ് ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്, 3 ക്യൂബ് ഉണ്ട്, അങ്ങനെ ഒരു
ഇത് 1th ടേം, ഇത് 2nd ടേം, ഇത് 3rd ടേം, അങ്ങനെ n ടേംസ് നമ്മുടെ ഉണ്ട്. സോ നമ്മുടെയൊക്കെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n × n+1/2 ദ ഹോൾ സ്ക്വയർ ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ആവറേജ് ഒക്കെ കിട്ടും. ആവറേജ് ഡിവൈഡ് ബൈ n ചെയ്താൽ മതി. ഡിവൈഡ് ബൈ n ചെയ്യുമ്പോൾ ഇത് n² ആണ് കേട്ടോ. ഉള്ളിലോട്ട് വരുമ്പോൾ n² ആണ്. സോ n² നിന്ന് ഒരു എണ്ണം പോയി. അപ്പോൾ നമുക്ക് എന്താ പറയുക, n × n+1 ദ ഹോൾ സ്ക്വയർ, അതായത് ഇതിന്റെ സ്ക്വയർ ബൈ 4. ഇതാണ് അതിന്റെ ഇക്വേഷൻ. Sn = n/2 × a + an ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നമുക്ക് an ന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുമ്പോഴായിരുന്നു നമുക്ക് n/2 × 2a + n - 1 × d എന്ന ഇക്വേഷനിലോട്ട് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇപ്പൊ നോക്കാം, എൻ്റെ 1 2 3 4 5 6 ഇപ്പൊ ഇത്രയും നമ്പറിന്റെ നോർമൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ ഇതിപ്പോൾ ഇത്ര സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടെ കൂട്ടി ഡിവൈഡ് ബൈ 7 ചെയ്യും. സോ നമുക്കറിയാലോ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്കറിയാലോ. സോ ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ആവറേജ് ഇക്വേഷൻ അറിയാലോ. ആവറേജ് ഇസ് ഈക്വൽ ടു 1/2 × a + an. സോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നെ വേണമെന്നൊന്നുമില്ല. മഴവില്ല് പോലെ ആയിരുന്നാൽ മതി. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു ഇത് നോക്കി, ഇതിനാണ് മഴവില്ല് എന്ന് പറയുന്നത്. ഇത് രണ്ടും എടുത്താലോ ഇത് രണ്ടും എടുത്താലോ മതി. അപ്പൊ ഇയാളെ എടുക്കേണ്ട ചോദ്യം വരും, ഇയാൾ ഓട്ടോമാറ്റിക്കലി ആരായിട്ട് വരും? ആവറേജ് ആണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നെ എടുക്കണമെന്നില്ല, ഒരേ പൊസിഷൻ ഉള്ളവരായാൽ മതി. അത് മഴവിൽ വരയ്ക്കുമ്പോൾ ഓരോ പൊസിഷൻ ഉള്ളവരായാൽ മതി. ഈ 1ഉം ഈ 7ഉം ഒരേ പൊസിഷനാണ്. പിന്നെ ഒരേ പൊസിഷൻ വരുന്നത് 2ഉം 6ഉം ആണ് ഒരേ പൊസിഷൻ വരുന്നത്. അതൊക്കെ 3. അത് ഇത്രേ ഉള്ളൂ. അപ്പുറത്തെ സൈഡിലോട്ട് നോക്ക്, 7ന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ആരുമില്ല, 1ന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ആരുമില്ല, 6ന്റെ അപ്പുറത്തെ സൈഡ് ഒരാളുണ്ട്, 2ന്റെ അപ്പുറത്തെ സൈഡ് ഒരാളുണ്ട്, 3യുടെ സൈഡ് നോക്ക്, 3യുടെയും 5ന്റെ സൈഡ് നോക്ക്, 3യുടെയും 2പേരുടെ അപ്പുറത്ത് 2 പേരുണ്ട്, 4ന്റെ അടുത്തൊക്കെ ഇപ്പുറത്ത് 3 പേര്, അപ്പുറത്ത് 3 പേര്. സോ ഇതിനാണ് നമ്മൾ സെയിം പൊസിഷൻ എന്ന് പറയുന്നത്. സോ സെയിം പൊസിഷനുള്ള ഏതെങ്കിലും 2 പേര് മതി. അത് ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം തന്നെ ആയിരിക്കണമെന്നും വേണ്ട. സോ ഇതിപ്പോൾ ഒരു ഓഡ് നമ്പർ ഓഫ് ഞാൻ ഇപ്പോൾ 8 വരെയുള്ള എടുക്കുന്നെങ്കിൽ 1 2 3 4 5 6 7 8 അപ്പൊ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരേ പൊസിഷൻ, ഇവരുടെ ഒരേ പൊസിഷൻ, ഇവരുടെ ഒരേ പൊസിഷൻ, ഇവരുടെ ഒരേ പൊസിഷൻ, ഇവർ രണ്ടുപേരും ഒരേ പൊസിഷൻ. നമുക്ക് കറക്റ്റ് ആയിട്ട് ആവറേജ് ഇയാളാണ് എന്നുള്ള രീതിക്ക് നമുക്ക് ഉൾത്തിരിഞ്ഞ് വരില്ല. ഈ ഇക്വേഷനകത്ത് നമുക്ക് ഏതെങ്കിലും 2 പേര് ഇട്ട് കൊടുക്കാനുള്ള രീതിക്കായിരിക്കും വരുന്നത്. കറക്റ്റായിട്ട് ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കും, അതായത് ആവറേജ് കറക്റ്റായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഞാനാണ് ആവറേജ് എന്ന് പറഞ്ഞ് നിൽക്കും. ഈ കേസിൽ അങ്ങനെ നിൽക്കത്തില്ല, അതായത് ഈവൻ ആയതുകൊണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതിൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം. നമുക്ക് തന്നിരിക്കുന്ന n എന്ന് പറയുന്നത് ഓടാണെങ്കിൽ n+1/2, അതായത് ഇപ്പൊ നോക്ക് 7 + 1 8 8/2 4. സോ 4th ടേം ഇവിടെ നമുക്കറിയാം, ഇത് ഫസ്റ്റ് ടേം ആണ് 1, സെക്കൻഡ് ടേം ആണ് 2, തേർഡ് ടേം 4th ടേം 4. സോ ആ മിഡിൽ ടേം, അതായത് അത് കണ്ടുപിടിക്കുക, മിഡിൽ ടേം കണ്ടുപിടിക്കുക, അത് തന്നെ ആയിരിക്കും ആവറേജ്. പക്ഷെ n = ഈവൻ ആയാലോ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും 2 മഴവിൽ അല്ലെങ്കിൽ 2 ടേം എടുത്താൽ മതി. ഇനി മിഡിലുള്ള ഇവർ രണ്ടുപേരും തന്നെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മിഡിൽ ടേംസിലോട്ട് എത്തും? മിഡിൽ എന്താ 2 ടേം കാണും. ഇവിടെ നമുക്ക് ഇവിടെ 3 പേര്, ഇവിടെ 3 പേര്, ഇവർ 2 പേര് മിഡിൽ ഇരിക്കുന്നത്. ഇയാളുടെ ആണെങ്കിൽ ഇവിടെ 3 പേര്, ഇവിടെ ഇയാളെ മിഡിൽ ഇരിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു ഈവന്റെ കേസിൽ 2 പേര് മിഡിലിൽ വരും. സോ ആ 2 പേരുടെ പൊസിഷൻ, ഇയാളിപ്പോൾ 1th ടേം, ഇയാളിപ്പോൾ 2th ടേം, 3th ടേം, ഇവരുടെ പൊസിഷൻ എന്താണ്? ഇവരുടെ ഒറിജിനലി 4ഉം ഇപ്പം നിലവിൽ 4 5 ഒരു പർട്ടിക്കുലർ നമ്പറാണ്. പക്ഷെ ഇവരുടെ പൊസിഷൻ, അതായത് താഴെയുള്ള പൊസിഷൻ നമ്പർ അങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ n/2ഉം n/2 + 1ഉം ഈ 2 ടേമും ആയിരിക്കും ഈവൻ ആണ് നമ്മുടെ എന്നെങ്കിൽ മിഡിൽ ടേംസ് എന്ന് പറയുന്നത്. നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് പറയുന്നത്. കോൺസിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അർത്ഥം കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ അതേ ഡി ഫോളോ ചെയ്യുകയും, ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് ഡി എന്താ 1. സോ ഡി = 1 - 1 1 പറയാം, അല്ലെങ്കിൽ ഡി = 1 - 1 ഇവിടെ. പക്ഷേ ഫസ്റ്റ് ടേം, അതായത് 8th ടേം ഒരിക്കലും 1 ആയിരിക്കില്ല. എന്ന് വെച്ചാൽ അതിനകത്ത് എന്താ, നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 അങ്ങനെ പോകുന്നത്. അപ്പോൾ എപ്പോഴും a = 1 നമുക്ക് ഫിക്സ് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെ വെച്ചാൽ നമുക്ക് വരുന്നത് 8 9 10, അതായത് ഒന്നുമില്ല, അല്ലെങ്കിൽ ചിലപ്പം 12 അങ്ങനെ എന്തെങ്കിലും, അതായത് കോമൺ ഡിഫറൻസ് എപ്പോഴും 1 - 1 ഇതിലായിരിക്കും പോകുന്നത്. പക്ഷേ എന്താ പ്രത്യേകത, ഫസ്റ്റ് ടേം 1 ആയിരിക്കില്ല. സോ ഇതാണ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? നമ്മുടെ മറ്റേ ആവറേജിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതാണ്. ഇത് AP അല്ലേ? എന്തായാലും AP ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, x + 1 അങ്ങനെ ആയിരിക്കുമല്ലോ, x + 2 അങ്ങനെ ആയിരിക്കും കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡ് ബൈ 2, അല്ലെങ്കിൽ ഏതെങ്കിലും മഴവിൽ പോലെ ഏതെങ്കിലും ടേം എടുക്കുക, ഫസ്റ്റ് a + an/2 അത് ഉപയോഗിച്ചാൽ മതി. ഇനി കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഈവൻ സെയിം പ്രത്യേകതയാണ്. ഈവനും ഓടും നമ്മുടെ പ്രത്യേകത d = 2 or -2 2 എന്ന് പറഞ്ഞാൽ മതി, മീൻസ് 12 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 2 നമുക്ക് ഇപ്പോൾ 1 എന്നോ 2 എന്നോ പറയാൻ പറ്റില്ല, കാരണം ഓട് അങ്ങനെ 1 3 അങ്ങനെ പോകുന്നത്, ഈവൻ എന്തോ 2 4 അങ്ങനെ പോകുന്നത്. സോ ഫസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ല, ഫസ്റ്റ് ടേം ഏതെങ്കിലും ഒക്കെ തുടങ്ങുന്ന എവിടെയെങ്കിലും വെച്ചാൽ പക്ഷേ കോമൺ ഡിഫറൻസ് 2 ആയിരിക്കും. അതായത് ഇപ്പം ഈ കേസായിട്ട് പറയുകയാണ് x + 2 x + 4 x + 6 ഇങ്ങനെ പോകും. ഇതാണ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പറയാം, അറിയാലോ ആവറേജ് ഓഫ് ഓഡ് നമ്പേഴ്സ് എന്തോ n. പക്ഷേ നോക്കൂ, 100 വരെയുള്ളതാണ്. ആദ്യത്തത് 1 3 5 7 9 11 ഇങ്ങനെ നോക്കുക. പക്ഷേ ഈ 100 വരെയുള്ളതിൽ എത്ര n ഉണ്ടെന്ന് നമുക്ക് അറിയുമോ? ഇല്ല. n എത്ര സംഖ്യകൾ 100 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല, n നമുക്ക് അറിയത്തില്ല. സോ n കണ്ടുപിടിച്ചാൽ ഇതൊരു ഇക്വേഷനോട് നമുക്ക് എത്താം. ഞാൻ ചുമ്മാ n ആണ് കണ്ടുപിടിക്കണം, അറിയാമല്ലോ. nth ടേമിന്റെ ഇക്വേഷൻ ഫോർ AP an = a + n - 1 × d അല്ലേ. ലാസ്റ്റ് ടേം എന്തായാലും 99 ആണ്. 100 വരെയുള്ള ടേംസിൽ 100 എന്തായാലും ലാസ്റ്റ് ടേം വരില്ല. അപ്പോൾ 99 3 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതായിരിക്കും ഓഡ് നമ്പറിന്റെ ലാസ്റ്റ്.
ഫസ്റ്റ് നമ്പർ എന്തായാലും 1 ആണ്. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? കോമൺ ഡിഫറൻസ് 2 ആണ്. സോ ഇവിടെ നമുക്ക് എന്തോ കിട്ടും? നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇതൊരു മെത്തേഡ്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്താ ചെയ്യാം? നമുക്കറിയാലോ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്ര? 1. ലാസ്റ്റ് ടേം 99. സോ 100ന്റെ പകുതി കിട്ടും. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. 7 കോൺസിക്യൂട്ടീവ് നമ്പർ ഈസ് 54. ഫൈൻഡ് ദി ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്കറിയാലോ കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുമ്പോൾ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതായത് x+1 അങ്ങനെ പോകും. നമുക്കറിയാലോ ഇതൊരു എന്താണ്? ഇതൊരു AP ആണ്. സോ AP ഇക്വേഷൻ ആയിട്ടുള്ള a+an/2 നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും മഴവിൽ പോലെ സെയിം പൊസിഷൻ വരുന്ന ഏതെങ്കിലും 2 പക്ഷെ നമുക്കറിയാലോ മിഡിൽ ടേംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മിഡിൽ ടേംസിന്റെ ആ ഒരു ഇതും നമുക്ക് ഉപയോഗിക്കാം. അതൊരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 37, അതായത് ഓടാ പറഞ്ഞിരിക്കുന്നത്. സോ n = 37 ആണെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഇതിന്റെ മിഡിൽ ടേം ആയിരിക്കും. അപ്പൊ ഇതിന്റെ മിഡിൽ ടേം എന്താ? 37 + 1 which is equal to 38. 38/2 which is equal to 19th ടേം ആയിരിക്കും ഇതിന്റെ ആവറേജ്. സോ ആവറേജ് ഓൾറെഡി 50 ടേം ആണ്. സോ ആവറേജ് ഓൾറെഡി നമുക്ക് 54 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ 19th ടേം ആണ് എന്ന് പറയുന്നത് 54. 19th ടേം ആണ് 54. 37 നമ്പേഴ്സ് ഉണ്ട്. നമുക്കറിയാലോ 19 ഉണ്ട്. ഇത് മിഡിൽ ടേം ആണ് 19. അപ്പം ഇങ്ങോട്ട് എത്ര ടേം? ഇങ്ങോട്ട് ഇവിടെ ഈക്വൽ ടേം ആണ്. അതായത് അർത്ഥം എന്തുവാ? ഇവിടെ ഒരു 18 ടേംസ് ഉണ്ട്. ഇവിടെ ഒരു 18 ടേംസ് ഉണ്ട്. 18 കൂടെ എത്ര ആവും? 36 ആവും. ഈ ഒന്നും കൂടെ ഈ 19 ടേം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ 37 ടേംസ്. അപ്പൊ അറിയാലോ ഇനി നമുക്കറിയാം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. കോൺസിക്യൂട്ടീവ് നമ്പർ x+1 അങ്ങനെ. ആ 19 ടേം നമുക്കറിയാം 54 ആണ്. അതിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 20th ടേം കിട്ടും. ഒന്നും കൂടെ കൂട്ടി 21. അങ്ങനെ 18 കൂട്ടിയാൽ എത്ര കിട്ടും? 18 കൂട്ടിയാൽ ലാസ്റ്റ് ടേമിലോട്ട് പോകും. ലാർജസ്റ്റ് നമ്പർ അഥവാ ലാസ്റ്റ് ടേം ആണല്ലോ ലാർജസ്റ്റ് ടേം. സോ 54 + 18 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ലാർജസ്റ്റ് നമ്പർ. സെയിം ഇത് അതുപോലെ തന്നെയാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ട് 41 പേര് പറഞ്ഞിട്ടുണ്ട്. 41 ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓടാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിന്റെ മിഡിൽ ടേം ഇത് വരും. ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 41 + 1 n+1/2 ചെയ്യുമ്പോഴത്തേക്കും 41 + 1/2 21. 21ാമത്തെ ടേം ആണ് മിഡിൽ ടേം. ആ ടേം തന്നെയാണ് ആവറേജ്. സോ അതുകൊണ്ട് തന്നെ 149. ഇവിടെ എത്ര ടേം ഉണ്ട്? ഇവിടെയും 20 ടേം ഉണ്ട്. ഇവിടെ 20 ഉണ്ട്. സോ 20 40 ഇതുകൂടെ ചേർക്കുമ്പോൾ 41 അങ്ങനെ 41 ടേംസ്. അതിൽ നമുക്കറിയാം 149ന്റെ കൂടെ 2 കൂട്ടണം. കാരണം എന്ന് വെച്ചാൽ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്തുവാ? x+2 അങ്ങനെ പോകുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 149ന്റെ കൂടെ 2 കൂട്ടിയാൽ നമുക്കിവിടെ ലാസ്റ്റ് ടേം കിട്ടണമെങ്കിൽ അതായത് 20 വട്ടം 2 കൂട്ടുക. അതായത് 40 കൂട്ടുക. സോ 49. അപ്പൊ 49 + 40 89 കിട്ടും നമ്മുടെ ഉത്തരം. നമുക്കറിയാലോ 44 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മിഡിൽ 2 ടേംസ് വരും. നമുക്കിങ്ങനെ a+, ഞാൻ നേരത്തെ നമ്മൾ പറയണം a+an/2 ചെയ്യാം, അല്ലെങ്കിൽ മിഡിൽ ടേം കൺസെപ്റ്റ് ഉപയോഗിക്കാം. a+an അല്ലെങ്കിൽ ഏതെങ്കിലും മഴവിൽ പോലെ അല്ലെങ്കിൽ സെയിം പൊസിഷൻ ഏതോ 2 സംഖ്യകൾ ഓടാണെങ്കിൽ മിഡിൽ ടേം ആവറേജ് നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആവറേജ് ടേം ഞാൻ ഇതാന്ന് പറഞ്ഞ് നിൽക്കുക. ഓടിന്റെ കേസ് ഈവന്റെ കേസ് അങ്ങനെയുള്ളത് നിൽക്കത്തില്ല. അതുകൊണ്ട് 2 ടേം ഉറപ്പായിട്ടും അതിനെ സം ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എവിടെ ഉണ്ട്? ഈവൻ ആണ് ഈ സംഖ്യയെങ്കിൽ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈവൻ തന്നെ തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ മിഡിൽ ടേംസ് കണ്ടുപിടിക്കാം. മിഡിൽ ടേം എന്താ? n/2 ടേമും n/2 + 1 ടേം. അതായത് 44/2 22ാമത്തെ ടേമും 23ാമത്തെ ടേമും. ഓക്കെ, ഇത് രണ്ടുമാണ്. സോ നമുക്ക് a = 22 a = 23 സം ചെയ്തിട്ട് /2 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് 144 വരുന്നത്. ഇതിൽ ഞാൻ a23 എടുത്താൽ അതിനർത്ഥം എന്തുവാ? a22 + 2 അല്ലേ? അതായത് a22 a23 ഇവർ തമ്മിലുള്ള ഇവരെന്താണ്? കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എന്തുവായാലും x+2 അങ്ങനെയല്ലേ പോകുന്നത്. രണ്ടിന്റെ വ്യത്യാസം. സോ a22ന്റെ കൂടെ 2 കൂട്ടുന്നതായിരിക്കും a23 എന്ന് പറയുന്നത്. സോ a23ക്ക് ഞാൻ a22 + 2 a23ക്ക് a22 + 2 കൊടുക്കുന്നു. 2 കോമൺ എടുത്ത് വെട്ടി കളയുന്നു. സോ a22 + 1 which is equal to 144. അവിടെ നമുക്ക് a22 143 എന്ന് കിട്ടുന്നു. 2 കൂട്ടുന്നതല്ലേ? കാരണം കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഈവൻ ആയിട്ട് ഓടായാലും എന്തുവായാലും 2 കൂട്ടിയാൽ മതി. സോ നമുക്ക് കിട്ടി. ഇവിടെ കാര്യം ഓർക്കണം, കോൺസിക്യൂട്ടീവും a22 a24 ഏതെങ്കിലും രണ്ടിടത്തുള്ള സംഖ്യ. പ്രത്യേകിച്ച് നമുക്ക് കാര്യമാണ് ഇവിടുത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 143 ഞാൻ പറഞ്ഞില്ലേ? ഒന്നുമില്ല, 143 ഇത് 145 അതായത് എത്ര നമ്പർ ഉണ്ട്? 143 144 145 അങ്ങനെ എണ്ണ സംഖ്യ വരും. അപ്പൊ ഈ 144 ആയിരിക്കും ഇതിന്റെ രണ്ടും കൂടെ ആവറേജ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത്. 143 + 145/2 ഇത് നമുക്ക് 144 എന്നാണ് വരുന്നത്. സോ ഇതിനർത്ഥം എന്തുവാ? 2 സംഖ്യകൾ, അതായത് കോൺസിക്യൂട്ടീവ് ഈവൻ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ഓഡിന്റെ ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്തിട്ട് അടുത്തുള്ള ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുന്നതും അവർ എണ്ണ സംഖ്യയായിട്ടൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന ആ ടേം ഏതാണോ അതും സെയിം ആയിരിക്കും. പിന്നെ അർത്ഥം എന്തുവാ? നമ്മുടെ ഇവരെ എടുത്തു വെച്ച് ആവറേജ് കണ്ടുപിടിച്ചാലും എണ്ണൽ സംഖ്യ പോലെ എടുത്താൽ 143 144 145 ആ എണ്ണൽ സംഖ്യയുടെ ആ ഒരാളുണ്ടല്ലോ അയാളായിരിക്കും ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ 143 145 എടുക്കുക, അവർ തമ്മിലുള്ള 2 വ്യത്യാസമുള്ളൂ. സോ അതിന്റെ ഇടയ്ക്ക് ഒരു എണ്ണൽ സംഖ്യ എടുപ്പോൾ 144 അതായിരിക്കും ഇതിന്റെ ആവറേജ്. ട്രിക്കാണിത്. അപ്പം a22 എന്ന് പറയുന്നത് 143 കിട്ടി. a23 എന്തായിരിക്കും? +2 അതായത് 145. സോ നമുക്ക് സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 22ാമത്തെ ടേം ഉണ്ട്, 23ാമത്തെ ടേം. 22ാമത്തെ ടേമാണ് 143, 23ാമത്താണ് 145. ഇവിടോട്ട് ഇങ്ങനത്തെ ടേം 2 ടേം പോയി. മൊത്തത്തിലുള്ള ടേം എന്ന് പറഞ്ഞാൽ 44 ആയിരുന്നു, 2 പോയി. അപ്പൊ ഇനി എത്ര ഉണ്ട്? 42 ഉണ്ട്. അതിന്റെ പകുതി എടുത്താൽ എത്ര വേണം? 21 ഇവിടെ ഉണ്ട്, 21 ഇവിടെ ഉണ്ട്. അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും 42 43 44 അത്ര ടേംസ് ഉണ്ട്. സ്മോളസ്റ്റ് നമ്പർ ചെയ്തപ്പോൾ 144 143 നിന്നും 21 കുറച്ചാൽ മതിയോ? പോരാ, കാരണം നമ്മളുടെ ഓഡ് നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. സോ 2 തവണ 2 × 22 മൈനസ് ചെയ്യണം. സോ അതിന്റെ ഫലമായിട്ട്
2, 4, 101 നമുക്ക് അതിന് ഉത്തരം വരും.